ഓപ്പറേഷൻ പ്രഹാർ പണി തുടങ്ങി കഴിഞ്ഞു. ഇനി തീവ്രവാദികളെ, ജിഹാദികളെ, നമ്മുടെ രാജ്യത്തിന് എതിരെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഇനി സൂക്ഷിക്കുക. പൂട്ട് വീണ് തുടങ്ങി. ഓപ്പറേഷൻ പ്രഹാറിനെ പറ്റിയിട്ട് അതിന്റെ ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടോ വന്നിരിക്കുന്നത്. എത്ര ദ്രുതഗതിയിലാണ് അതിന്റെ പ്രവർത്തനം എന്ന് നോക്കിയേ. ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തെ അധിക്ഷേപിക്കുകയോ വ്യക്തിഹത്യ നടത്തുകയോ നമ്മുടെ രാജ്യത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്നതുമായിട്ടുള്ള പോസ്റ്റുകളെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഓപ്പറേഷൻ പ്രഹാറിന്റെ സൈറ്റിൽ കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ അവര് നടപടി എടുക്കും എന്നുള്ളത്. അപ്പൊ എന്നെ സുബൈർ എന്ന് പറഞ്ഞിട്ടൊരാളും അഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും നിരന്തരമായിട്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ പിറകെ തന്നെ കൂടിയിട്ട് എന്നെ വ്യക്തിഹത്യ നടത്തുക, എന്റെ കുടുംബത്തിരിക്കുന്നവരെ പറയുക, എന്നെ കൊല്ലുമെന്നോ പച്ചയ്ക്ക് കത്തിക്കുന്നോ ഒക്കെ അവര് പറയുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നു. ഇത് എവിടെ പരാതിപ്പെടുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എത്ര ദ്രുതഗതിയിലാണ് പ്രവർത്തനം നടത്തുന്നതെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ പ്രഹാറിന്റെ സൈറ്റിൽ കയറുക, അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഓപ്പറേഷൻ പ്രഹാർ എന്നുള്ളത്. അവിടെ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് നിങ്ങൾ ജിമെയിലൂടെ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്യുക. ഈ സ്ക്രീൻഷോട്ട് അവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. കംപ്ലൈന്റ് കൊടുത്ത് 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. സുബൈർ എന്ന് പറയുന്ന ആൾക്കെതിരെയും അഹമ്മദ് അലി എന്ന് പറയുന്ന ആൾക്കെതിരെയും കംപ്ലൈന്റ് ഞാൻ രജിസ്റ്റർ ചെയ്തു. കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്ഡേഷൻ കിട്ടി. ഒരു രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ്. അതിൽ ഈ അഹമ്മദ് അലി എന്ന് പറഞ്ഞ ആള് കുവൈറ്റിലെന്തോ, ഈ സുബൈർ എന്ന് പറഞ്ഞ ആള് കുവൈറ്റിലെന്തോ ആണ്. ഫേക്ക് അക്കൗണ്ടിൽ നിന്നായിരുന്നു എന്നെ സൈബർ ബുള്ളിങ് ചെയ്തിരിക്കുന്നത്. ആളുടെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്.